വൺ കേബിൾ സൊല്യൂഷൻ LNB വെച്ചിട്ട് 4 റിസീവർ വർക്ക് ചെയ്ത് കാണിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ടെക്നിക്കൽ സർക്യൂട്ട്സ് യൂട്യൂബ് ചാനലിൽ നിന്ന് വന്നിരിക്കുന്നത്. ഞാൻ സുരേഷ് അമ്പലപ്പുഴ. ഞാനിപ്പോൾ അലൈൻമെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇന്റൽസാറ്റ് 17 66 ഡിഗ്രി സി ബാൻഡ് സാറ്റലൈറ്റ് ആണ്. സോളിന്റെ വൺ കേബിൾ സൊല്യൂഷൻ LNB ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഇന്റൽസാറ്റ് 17 ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വൺ കേബിൾ സൊല്യൂഷൻ LNB വെച്ചാലേ നമുക്ക് മൾട്ടിപ്പിൾ റിസീവർ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്പ്ലിറ്റർ ഇട്ടിട്ടാണ് കണക്ട് ചെയ്യുന്നത്. 4-വേ സ്പ്ലിറ്റർ അല്ലെങ്കിൽ 2-വേ സ്പ്ലിറ്റർ ഇട്ടിട്ടാണ് കണക്ട് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും LNB വെച്ചിരിക്കുന്ന ഒരു പൊസിഷൻ നോക്കാം. അതായത് സാധാരണ LNBയുടെ സ്ക്യൂവിൽ നിന്നും വ്യത്യാസമായിട്ടാണ് ഈ ഒരു LNBയുടെ സ്ക്യൂ വരുന്നത്. അതായത് നമ്മൾ ഡിഷിന്റെ ബാക്ക് സൈഡിൽ നിൽക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഈ ഒരു സ്ക്വയർ വരുന്നത്, LNBയുടെ സ്ക്വയർ വരുന്നത്. അങ്ങനെയാണ് അതിന്റെ സ്ക്യൂ വരുന്നത്. ഇതിപ്പോൾ ഡൗൺ ആയിട്ട് വരുന്നത്, അതായത് നമ്മൾ ഡിഷ് ചരിച്ചു വെക്കുന്ന ആ ഒരു പൊസിഷനിലേക്കാണ് ഈ ഒരു LNBയുടെ ആ സ്ക്വയർ വരുന്നത്. അതുകൊണ്ട് തന്നെ സ്ക്യൂ വ്യത്യാസമാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ വൺ കേബിൾ സൊല്യൂഷൻ LNB വെക്കുമ്പോൾ LNB ഫ്രീക്വൻസി റിസീവറിൽ LNB ഫ്രീക്വൻസി 5150/5750 ആക്കി കൊടുക്കണം. ഓക്കെ, എന്തായാലും നമുക്ക് 4 റിസീവർ കണക്ട് വെച്ചിരിക്കുന്നത് നോക്കാം. അതായത് വൺ കേബിൾ സൊല്യൂഷൻ LNBയിൽ നിന്ന് ഒരു കേബിൾ വന്നിട്ട് ഞാനൊരു സ്പ്ലിറ്ററിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. 4-വേ സ്പ്ലിറ്ററിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. സോളിഡ് എന്ന കമ്പനിയുടെ തന്നെയാണ് ഈ 4-വേ സ്പ്ലിറ്റർ വരുന്നത്. 350 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. 2-വേ സ്പ്ലിറ്ററിനാണെങ്കിൽ 250 രൂപ വരും. ഞാൻ എന്തായാലും സ്പ്ലിറ്ററിന്റെ 4-വേ സ്പ്ലിറ്ററിന്റെ ഒരു പിക്ചർ ഒന്ന് കാണിക്കാം. അതുപോലെ തന്നെ അതിന്റെ കണക്ടിവിറ്റിയും കാണിക്കാം. ആ ഒരു വൈറ്റ് കേബിൾ വന്നിരിക്കുന്നത് ഇൻപുട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഇൻപുട്ട് വന്നത് അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 4 ആക്കുകയാണ് ചെയ്യുന്നത്. 4 ഔട്ട് എടുത്തിട്ട് നമ്മൾ 4 റിസീവറിലേക്കാണ് അറ്റ് എ ടൈം കൊടുത്തിരിക്കുന്നത്. 4 റിസീവറും ഒരുപോലെ വർക്ക് ചെയ്യും, നോ ഇഷ്യൂ. എന്തായാലും നമുക്ക് റിസീവർ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. കണക്ഷൻ കൊടുത്തിരിക്കുന്നതൊക്കെ ഇതാണ് സോളിഡിന്റെ 4-വേ സ്പ്ലിറ്റർ. അതിന്റെ ഒരു കവർ ഞാൻ അതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട്. അവിടെ ഓരോ റിസീവർ നമ്മൾ ഓരോ മോണിറ്ററിലേക്കും TV-യിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓരോ മെത്തേഡിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് തന്നെ അതിനെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാതല്ല. ഫസ്റ്റ് റിസീവർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഫോക്സിന്റെ LED മോണിറ്ററിലേക്കാണ്. നമുക്ക് HDMI പോർട്ട് വരുന്നത് കൊണ്ട്, ഈ മോണിറ്റർ ഉള്ളത് കൊണ്ട് ഡയറക്റ്റ് HDMI കേബിൾ വഴി തന്നെ നമുക്ക് റിസീവർ ചെയ്യുന്ന മോണിറ്ററിലേക്ക് കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ ലാപ്ടോപ്പിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ലാപ്ടോപ്പിൽ ഒരു EC ക്യാപ്പ് എന്ന് പറഞ്ഞ USB ഡിവൈസ് വെച്ചിട്ടാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് AV കേബിളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. EC ക്യാപ്പ് AV ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. SVDയുടെ ഒരു പോർട്ട് കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ പകാരിയുടെ 6060 എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ബോക്സിന്റെ AV കേബിൾ എടുത്തിട്ടാണ് ഈ ഒരു EC ക്യാപ്പ് വഴി ഈ ലാപ്പിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. പ്രത്യേകം സോഫ്റ്റ്വെയർ വഴി അത് ചെയ്തിരിക്കുന്നത്. ഇതാണ് പകാരിയുടെ 6060 എന്ന് പറഞ്ഞ റിസീവർ. അതിന്റെ AV എടുത്തിരിക്കുന്നത് കാണാം നിങ്ങൾക്ക്. ആ ഒരു AV ആണ് EC ക്യാപ്പിലേക്ക് ഇൻപുട്ട് കൊടുത്തിട്ട് അത് EC ക്യാപ്പ് USB-യിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു EC ക്യാപ്പ് ഡിവൈസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് മൊബൈലിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. അതിന്റെ ഒരു OTG അഡാപ്റ്റർ വാങ്ങിച്ചിട്ട് മൊബൈലിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. കുറഞ്ഞ ചെലവിൽ ഒരു TV കാണാൻ പറ്റിയ ഒരു മാർഗമാണ് ഫോക്സിന്റെ LED മോണിറ്റർ. നമുക്ക് അതിനെക്കുറിച്ച് ഇനിയും പറയാം. അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് 4K സെറ്റ് ഓഫ് ബോക്സ് ഡയറക്റ്റ് TV-യിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. 4K സെറ്റ് ഓഫ് ബോക്സ് ഡയറക്റ്റ് TV-യിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് HDMI കേബിൾ വഴിയാണ്. ഇന്റൽസാറ്റ് 17 ആണ് നമ്മൾ ട്യൂൺ ചെയ്തിട്ടിരിക്കുന്നത്. അതിനകത്ത് ഒരു ചാനലാണ് ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് എല്ലാ റിസീവറിലും കാണിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഡിഫറെന്റ് ചാനൽ ഒന്നുകൂടെ നോക്കാം. 4K സെറ്റ് ഓഫ് ബോക്സിന്റെ ബാക്ക് സൈഡ് ആണ് കാണിക്കുന്നത്. അതിന്റെ HDMI കേബിൾ നമ്മൾ TV-യിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ റിസീവറിന്റെ കണക്ഷൻ. പിക്ചറിന് സ്റ്റില്ലിങ്ങോ ഫ്രീസിങ്ങോ വേറെ ഒരു പ്രോബ്ലം തന്നെ ഇല്ല. അടുത്തടുത്ത വീഡിയോകളിൽ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇന്റൽസാറ്റ് 17 ഫ്രീ ചാനൽ കാണാൻ പറ്റുന്ന ഒരു നല്ല മാർഗം തന്നെയാണ് ഈ ഒരു മെത്തേഡ്. അതായത് നമുക്ക് ഒരു ഡിഷ് അപ്പോൾ വെക്കുമ്പോൾ എന്തായാലും ഒരു നല്ല വലുപ്പമുള്ളൊരു ഡിഷ് വെക്കുക. 8 ഫീറ്റോ 10 ഫീറ്റോ വെക്കുക. വെച്ചതിന് ശേഷം ഈ ഒരു വൺ കേബിൾ സൊല്യൂഷൻ LNB വെച്ചിട്ട് ഒരു 4-വേ സ്പ്ലിറ്ററും വെച്ച് കണക്ട് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം 4 വീട്ടിലേക്ക് വേണമെങ്കിൽ കാണാം. നമുക്ക് എന്തായാലും ഇനി 4ാമത്തെ റിസീവർ കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. 4ാമത്തെ റിസീവർ കണക്ട് ചെയ്തിരിക്കുന്നത് HDMI ഔട്ട്പുട്ട് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. HDMI കേബിൾ നമ്മൾ മോണിറ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഈ ഒരു മോണിറ്ററിൽ നമുക്ക് HDMI ഡയറക്റ്റ് ഇൻപുട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. VGA പോർട്ടാണ് ഈ ഒരു മോണിറ്ററിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ HDMI to VGA എന്ന് പറഞ്ഞ കൺവെർട്ട് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ പിക്ചർ ക്ലാരിറ്റിയിലൊന്നും യാതൊരു വ്യത്യാസവും വരുന്നില്ല. നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് മാർക്കറ്റിൽ കേബിൾ ടൈപ്പുള്ള HDMI to VGA കൺവെർട്ടറൊക്കെ കിട്ടും. പക്ഷെ അത് അത്ര ക്വാളിറ്റി പോരാ. ഒരു കണക്ടർ രീതിയിൽ വരുന്ന നല്ല ക്വാളിറ്റിയുള്ള പുറത്തുനിന്ന് വരുന്ന വിദേശത്ത് വരുന്ന HDMI to VGA കൺവെർട്ടറാണ് നല്ലത്.
എന്തായാലും അത് കണക്ട് ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. മോഡലിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. HDMI to VGA കണക്ടർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം കൂടെ ചെയ്യണം, നിങ്ങൾ ഈ ഒരു കണക്ടർ കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓഡിയോ നിങ്ങൾ വേറെ എടുത്ത് കൊടുക്കുക, വേറൊരു സ്പീക്കറിലേക്ക് കൊടുക്കുക. ഓഡിയോ അതിനകത്ത് ഔട്ട്പുട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് 3.5mm ജാക്ക് അതിനകത്ത് ഔട്ട്പുട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് ഓഡിയോ എടുക്കാം. റിസീവറിൽ നിന്ന് എടുക്കണമെന്നില്ല. ഈ HDMIയുടെ ഓഡിയോ തന്നെ ആ ഒരു ഡിവൈസിൽ നിന്ന് കൺവേർട്ട് ആയിട്ട് നമുക്ക് ചെറിയ സ്പീക്കർ വെച്ചിട്ട് നമുക്ക് ഓഡിയോ കിട്ടും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 450 രൂപയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേക വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. നേരത്തെ ഞാൻ 1-2 വീഡിയോസ് ഇട്ടിരുന്നു, HDMI VGA കൺവെർട്ടറിൻ്റെ ഇട്ടിരുന്നു. എന്തായാലും 4 റിസീവർ കണക്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾ കണ്ടു. 4 റിസീവറിൻ്റെ കണക്ടിവിറ്റിയും അതിൻ്റെ മെത്തേഡും കാര്യങ്ങളും എല്ലാം കണ്ടു. 2 മോണിറ്ററിലേക്കും ഒരു ലാപ്ടോപ്പിലേക്കും ഒരു TV-യിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കണക്ടിവിറ്റി മെത്തേഡിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ചാനലിട്ട് വർക്ക് ചെയ്ത് നോക്കാം. അതായത് നേരത്തെ നമ്മൾ ഒരു ചാനൽ തന്നെയാണ് 4 എണ്ണത്തിലും പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് വെവ്വേറെ ചാനലിട്ടിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി നോക്കാം. എന്തെങ്കിലും പ്രശ്നങ്ങളോ ഫ്രീസിങ്ങോ ഒക്കെ ഉണ്ടാവുന്നു. എന്തായാലും ഞാൻ ആദ്യത്തെ മോണിറ്ററിൽ ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റ് ഇട്ടു. രണ്ടാമത്തെ TV-യിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് വർക്ക് ചെയ്യുന്നത്. ലാപ്ടോപ്പിൽ ഫ്ലവേഴ്സ് ചാനലാണ് വർക്ക് ചെയ്യുന്നത്. നാലാമത്തെ ചെറിയ മോണിറ്ററിൽ ഫോക്സിൻ്റെ LED മോണിറ്ററിൽ ജയ്ഹിന്ദ് ചാനലാണ് വർക്ക് ചെയ്യുന്നത്. ഫ്രീസിംഗ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. യാതൊരു പ്രോബ്ലം ഇല്ല ഈ കണക്ടിവിറ്റിക്ക്. അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ 3-4 സെറ്റ് ഓഫ് ബോക്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മാർഗ്ഗമാണ് ഈ ഒരു വൺ കേബിൾ സൊല്യൂഷൻ എല്ലാം ഫീച്ചറുള്ള ഒരു ഇൻസ്റ്റലേഷൻ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ലൈക്ക് ചെയ്യുക.